പ്രണയമഴ ഭാഗം 17. കാശിനാഥൻ എന്ന് പറയുന്ന ആ ഡോക്ടറുടെ മനസ്സിൽ ഇത്രയും വേദനയുണ്ടെന്ന് ആരും അറിഞ്ഞില്ല അല്ലേ? അവൾ പറഞ്ഞു. എപ്പോഴും ഗൗരവം, ദേഷ്യം, അതിനകത്ത് ഇങ്ങനെയൊക്കെ ഒളിച്ചിരിക്കുമെന്ന് ഞാൻ ഒരിക്കലും കരുതിയില്ല. ഭദ്ര ശാന്തമായി കേട്ടിരുന്നു. അവളുടെ മനസ്സിലും അതേ ചിന്തയായിരുന്നു. ആ മനുഷ്യൻ ചിരിക്കുന്നത് പോലും അപൂർവം. പക്ഷെ ആ ചിരിക്ക് പിന്നിൽ ഇത്ര വലിയൊരു മുറിവുണ്ടെന്ന് ഇപ്പോഴാണ് അവൾ മനസ്സിലാക്കുന്നത്. ഒരാളെ ഇത്രമാത്രം സ്നേഹിക്കാനാകുമോ? അറിയാതെ ഭദ്രയുടെ മനസ്സ് ചോദിച്ചു. അവൾക്ക് മുന്നിൽ വീണ്ടും കാശിയുടെ മുഖം തെളിഞ്ഞു. ആ ഗൗരവമുള്ള കണ്ണുകൾ, അതിന്റെ ഉള്ളിൽ ഒളിഞ്ഞിരിക്കുന്ന വേദന. അവൾ അറിയാതെ നിശബ്ദമായി പോയി. അതോടൊപ്പം കണ്ണുകളും നിറഞ്ഞു. അത് കണ്ട സംഗീത, ഡി നീ ഇങ്ങനെ ആലോചിച്ചു കൂട്ടല്ലേ, നമുക്കൊരു വഴിയുണ്ടാക്കാന്ന് ഞാൻ പറഞ്ഞില്ലേ? സംഗീത അവളെ സമാധാനിപ്പിച്ചു. അപ്പോ ആദ്യം നമുക്കറിയേണ്ടത് ഒരേ ഒരു കാര്യമാണ്. സംഗീത കോഫിയും കുടിച്ച് ഭദ്രയെ നോക്കി. ആ സാവിത്രി എന്ന പെണ്ണും നീയും തമ്മിൽ ശരിക്കും എന്തെങ്കിലും സാമ്യമുണ്ടോ എന്ന്. ഭദ്രയുടെ കണ്ണുകൾ പതുക്കെ താഴ്ന്നു. അതേ ചോദ്യം തന്നെയായിരുന്നു രാവിലെ മുതൽ അവളുടെ മനസ്സിലും കറങ്ങിക്കൊണ്ടിരുന്നത്. അതെങ്ങനെയാ കണ്ടുപിടിക്കുക? അവൾ പതിയെ ചോദിച്ചു. അതിനും നീ തന്നെയല്ലേ വഴിയും പറഞ്ഞത്? രൂപേഷേട്ടൻ പറഞ്ഞ ആ പഴയ പത്രങ്ങൾ, അതിൽ ഫോട്ടോ വന്നിട്ടുണ്ടാകില്ലേ? ആദ്യം അത് നോക്കാം. ഇവിടെ കിട്ടിയില്ലെങ്കിലും ലൈബ്രറിയിൽ അന്വേഷിക്കാം. നീ ധൈര്യമായിട്ടിരിക്കുക. സംഗീത പറഞ്ഞു കേട്ടപ്പോൾ ഭദ്രയ്ക്ക് ചെറിയൊരു ആശ്വാസം തോന്നി. ശരിയാണ്, അത്ര വലിയൊരു സംഭവം ഈ നാട്ടിൽ നടന്നിട്ടുണ്ടെങ്കിൽ പഴയ പത്രങ്ങളിൽ വാർത്ത ഉണ്ടായിരിക്കുമല്ലോ. അപ്പോൾ ഉറപ്പായിട്ടും അതിൽ നിന്ന് കിട്ടും. നിനക്ക് ലൈബ്രറിയിൽ വല്ല പരിചയമുണ്ടോ? ഭദ്ര ചോദിച്ചു. പിന്നെ ബുക്ക് കണ്ട അപ്പോ ഉറക്കം വരുന്ന ഞാനാ ലൈബ്രറിയിൽ കയറാൻ പോകുന്നത്. അല്ല, നിനക്കതിന്റെ ശീലം ഉണ്ടായിരുന്നല്ലോ. ഇവിടെ വന്നിട്ട് ലൈബ്രറി അന്വേഷിച്ച് പോയില്ലേ നീ? അല്ലെങ്കിൽ എവിടെയാണെങ്കിലും ലൈബ്രറി അന്വേഷിച്ച് പോകാറുള്ളതാണല്ലോ. സംഗീത ചോദിച്ചതും എനിക്കതിന് സമയം കിട്ടിയില്ല, ഭദ്ര പറഞ്ഞു. ലൈബ്രറി അല്ലേ, നമുക്ക് അന്വേഷിക്കാം. സംഗീത പറഞ്ഞതും പെട്ടെന്ന് എന്തോ ഓർമ്മ വന്നതുപോലെ ഭദ്ര കണ്ണുകൾ ഉയർത്തി. സംഗീത, നമ്മുടെ വീട്ടില് പാല് കൊണ്ടുവരുന്നൊരു ചേച്ചിയുണ്ട്. ആ ചേച്ചിയുടെ മകൻ ഒരിക്കല് വീട്ടിൽ വന്നിട്ടുണ്ടായിരുന്നു. ഞാൻ ഗാർഡൻ സെറ്റ് ചെയ്യുന്ന സമയത്ത് ടീച്ചറമ്മ വിളിച്ചു പറഞ്ഞത് കൊണ്ട് ചാണകപ്പൊടിയുമായിട്ട് വന്നതാണ്. അയാൾക്ക് വായനശാലയുമായിട്ട് നല്ല ബന്ധമുണ്ട്. ആൾക്ക് വേറെ എന്തോ ജോലിയുണ്ട്, അത് പറഞ്ഞിരുന്നു. പക്ഷെ ഞാൻ ഓർക്കുന്നില്ല, പേരും ഞാൻ ഓർക്കുന്നില്ല. പക്ഷെ ഈ വായനശാലയുടെ കാര്യം ഓർത്തിരിക്കാൻ ഒരിക്കൽ പോണമെന്ന് തീരുമാനിച്ചിട്ടുണ്ടായിരുന്നു. എന്നോട് പറഞ്ഞു വായനാശീലം ഉണ്ടെങ്കിൽ എന്തെങ്കിലും ബുക്ക് വേണമെങ്കിൽ അങ്ങോട്ട് വന്നാൽ മതിയെന്നും. ആഹാ, അപ്പൊ പിന്നെ കാര്യം എളുപ്പമായി. ടീച്ചറമ്മയോട് ചോദിക്കാം, അല്ലെങ്കിൽ നേരെ പോയി അന്വേഷിക്കാം. ഭദ്രയും പതുക്കെ തല കുലുക്കി. നിനക്ക് അയാളുടെ പേര് ഓർമ്മയുണ്ടോ? സംഗീത വീണ്ടും ചോദിച്ചു. ഭദ്ര കുറച്ചു നേരം ആലോചിച്ചു. ഇല്ല, പക്ഷെ കണ്ടാ മനസ്സിലാകും. എന്നാ നമ്മുടെ ഡ്യൂട്ടി കഴിഞ്ഞ് നമുക്ക് നേരെ അവിടേക്ക് പോകാം. സംഗീത തീരുമാനിച്ച പോലെ പറഞ്ഞു. വായനശാല സാധാരണ വൈകുന്നേരം 4-5 മണിയോടെയല്ലേ തുറക്കാറുള്ളത്? ഭദ്ര ചെറുതായി മൂളി. അവളുടെ മനസ്സിൽ വീണ്ടും കാശിയുടെ മുഖം തെളിഞ്ഞു. ആ മനുഷ്യന്റെ കണ്ണുകളിൽ ഒളിഞ്ഞിരിക്കുന്ന ആ വേദന, അതിന് പിന്നിലെ സത്യം അറിയണമെന്ന ആഗ്രഹം ഇപ്പോ അവൾക്കുള്ളിൽ വളരുകയായിരുന്നു. അങ്ങനെ രണ്ടുപേരും ഡ്യൂട്ടിയിലേക്ക് കയറി. ആ ദിവസമൊട്ടാകെ ആശുപത്രിയിൽ നല്ല തിരക്കായിരുന്നു. രോഗികൾ, ഫയലുകൾ, ഡോക്ടർമാരുടെ നിർദ്ദേശങ്ങൾ എല്ലാം കൊണ്ടും ഭദ്ര തിരക്കിലായിരുന്നു. കാശി അന്ന് ആശുപത്രിയിൽ വന്നിരുന്നില്ല. അതുകൊണ്ട് തന്നെ അവനെ കാണേണ്ടി വരുമോ എന്നുള്ള അപ്രതീക്ഷിതമായ ഭയവും അവൾക്കുണ്ടായിരുന്നില്ല. വൈകുന്നേരം ഡ്യൂട്ടി കഴിഞ്ഞതും രണ്ടുപേരും നേരത്തെ ഇറങ്ങി. സംഗീതയുടെ 2-വീലറിൽ ഇരുന്ന് ഭദ്ര ചുറ്റും നോക്കി. സൂര്യൻ മങ്ങി തുടങ്ങിയിരിക്കുന്നു. മഴ പെയ്ത് നനഞ്ഞ വഴികളിലൂടെ കാറ്റ് തണുപ്പോടെ വീശി. അല്പസമയത്തിനു ശേഷം അവർ വായനശാലയുടെ മുന്നിലെത്തി. പഴയ ഓടിട്ടൊരു കെട്ടിടം, മുന്നിൽ വലിയൊരു ആൽമരം. അവിടെ നിന്നപ്പോൾ ഭദ്രയുടെ കണ്ണുകൾ പെട്ടെന്ന് ഒരാളിൽ തട്ടി. അയ്യോ, ആളല്ലേ അത്? അവൾ പതുക്കെ പറഞ്ഞു. സംഗീത നോക്കിയപ്പോൾ ഒരു ചെറുപ്പക്കാരൻ. അയാൾ ചായക്കടക്കരയിൽ നിന്ന് സംസാരിക്കുകയായിരുന്നു. അവരെ കണ്ടതും അയാൾ ചിരിച്ചുകൊണ്ട് അടുത്തേക്ക് വന്നു. താൻ ടീച്ചറമ്മയുടെ വീട്ടിൽ താമസിക്കുന്ന ആ കുട്ടിയല്ലേ? അതെ, ഞാൻ ഭദ്ര, അവൾ വിനയത്തോടെ പറഞ്ഞു. എന്നെ ഓർമ്മയുണ്ടോ? ഉണ്ട്, അയാൾ ചിരിച്ചു. അന്ന് വീട്ടിൽ വന്നപ്പോ കണ്ടല്ലോ, പക്ഷേ പേര് മറന്നുപോയി. ഭദ്ര ചെറിയൊരു ചമ്മലോടെ പറഞ്ഞു. ജിതിൻ. അയാൾ കൈനീട്ടി. ഞാനിവിടെ സഹകരണ ബാങ്കിലാണ് ജോലി ചെയ്യുന്നത്. ഓർമ്മയുണ്ട്, ഭദ്ര ചിരിച്ചു. എന്താ ഇവിടെ? ജിതിൻ ചോദിച്ചു. സാധാരണ വായനശാലയിൽ വരാറുണ്ടോ? ഇവിടെ ഇതിനു മുമ്പ് കണ്ടിട്ടില്ലല്ലോ. ഇല്ല, ഇന്നൊരു കാര്യം അന്വേഷിക്കാനായിരുന്നു, ഭദ്ര മടിച്ചുകൊണ്ട് പറഞ്ഞു. അതെയോ, എന്നാ വരൂ, ഞാനും അങ്ങോട്ടേക്കാണ് പോകുന്നത്. അവർ 3 പേരും കൂടി വായനശാലയിലേക്ക് നടന്നു. വഴിയിൽ ജിതിൻ ചായക്കടയിലേക്ക് നോക്കി. ചായ കുടിക്കണോ? അവൻ ചോദിച്ചു. വേണ്ട, രണ്ടുപേരും ഒരുമിച്ച് പറഞ്ഞു.
അവർ വായനശാലയ്ക്കുള്ളിലേക്ക് കയറുന്നതിനിടയിൽ ഭദ്ര സംഗീതയെ നോക്കി. സംഗീത കണ്ണുകൊണ്ട് തന്നെ ചോദിക്ക് എന്ന് കാണിച്ചു. ഭദ്ര പതുക്കെ ജിതിനെ വിളിച്ചു. ജിതിൻ ചേട്ടാ, ഞങ്ങള് ഒരു സഹായം ചോദിക്കട്ടെ? അത് കേട്ടതും അവൻ അവിടെ നിന്നു. എന്താടോ പറയ്. എനിക്കൊരു പഴയ പത്രം വേണമായിരുന്നു. പഴയ പത്രമോ? ജിതിൻ അതിശയിച്ചു. എത്ര പഴയത്? ഒരു 6-7 വർഷം മുമ്പത്തെ. ജിതിൻ അവളെ ശ്രദ്ധിച്ചു നോക്കി. എന്താ നിങ്ങളുടെ പ്രശ്നം? രണ്ടുപേരുടെയും നിൽപ്പും ഭാവവും കണ്ട് അവൻ ചോദിച്ചു. നിങ്ങൾ കാര്യമെന്ന് വ്യക്തമായിട്ട് പറയേ, എനിക്കറിയാമെങ്കിലും സഹായിക്കാലോ, അവൻ പറഞ്ഞു. ഭദ്ര ഒന്ന് മടിച്ചു. പിന്നെ പതുക്കെ ചോദിച്ചു. കാശിനാഥൻ എന്ന ഡോക്ടറെ അറിയുമോ? പിന്നെ അറിയാതിരിക്കോ? ഈ നാട്ടില് ശ്രീമംഗലത്തെ കാശിനാഥൻ ഡോക്ടറെ അറിയാത്തവർ കുറവാണ്, ജിതിൻ ചിരിച്ചുകൊണ്ട് പറഞ്ഞു. കാശി സാറിന്റെ തറവാട് എവിടെയാണെന്നറിയോ? ഭദ്ര വീണ്ടും ചോദിച്ചു. അറിയാം, അവിടെ അടുത്ത് ഒരു കുടുംബം ആത്മഹത്യ ചെയ്തില്ലേ? അത് കേട്ട നിമിഷം ജിതിന്റെ മുഖത്തെ ചിരി പതുക്കെ മങ്ങി. ആ, അയാൾ കുറച്ചു നിമിഷം മിണ്ടാതെ നിന്നു. സുമേഷിന്റെ കുടുംബം. ഭദ്രയും സംഗീതയും തമ്മിൽ നോക്കി. സുമേഷ്? ഭദ്ര ചോദിച്ചു. അതെ, ജിതിൻ തല കുലുക്കി. ഈ സുമേഷിനെ എനിക്കറിയാം, ബാക്കി കുടുംബത്തെ അത്ര പരിചയമില്ല. പക്ഷേ ആ വാർത്ത അന്ന് എല്ലാവരെയും ഞെട്ടിച്ചതായിരുന്നു. അവിടുത്തെ പെൺകുട്ടിയുടെ പേര് സംഗീത പറഞ്ഞു നിർത്തിയതും സാവിത്രി. ജിതിൻ തന്നെ പറഞ്ഞു. ആ പേര് കേട്ട നിമിഷം ഭദ്രയുടെ ഉള്ളു വിറച്ചു. അവരുടെ മരണവാർത്ത വന്ന പത്രം, അതൊന്ന് കാണാനായിരുന്നു, അവൾ പതിയെ പറഞ്ഞു. ജിതിൻ സംശയത്തോടെ രണ്ടുപേരെയും നോക്കി. അതെന്തിനാ ഇപ്പോ നിങ്ങൾ അന്വേഷിക്കുന്നത്? അത് ചേട്ടാ, ടീച്ചറമ്മ അങ്ങനെ ഒരു സംഭവം പറഞ്ഞറിഞ്ഞപ്പോ അതിനെക്കുറിച്ച് കൂടുതലായി അറിയണമെന്ന് തോന്നി, സംഗീത പെട്ടെന്ന് പറഞ്ഞു. ജിതിൻ കുറച്ചു നേരം അവരെ നോക്കി നിന്നു. പിന്നെ ചോദിച്ചു. നിങ്ങള് ജേർണലിസ്റ്റ് ഒന്നുമല്ലല്ലോ? അയ്യോ അല്ല, ഭദ്ര വേഗം പറഞ്ഞു. അപ്പോൾ ജിതിന്റെ കണ്ണ് പെട്ടെന്ന് ഭദ്രയുടെ മുഖത്തേക്ക് ഉറച്ചു. ഒരു കാര്യം ചോദിക്കട്ടെ? ഭദ്രയും സംഗീതയും ആശങ്കയോടെ അവനെ നോക്കി. എന്താ? ഈ സാവിത്രി കാശിനാഥൻ ഡോക്ടറുടെ എക്സ് ആയിരുന്ന ആ പെൺകുട്ടിയല്ലേ? അവൻ ചോദിച്ചതും അത് നിങ്ങൾക്ക് എങ്ങനെ അറിയാം? സംഗീത ചോദിച്ചു. അതന്ന് ഈ നാട്ടിലെ വലിയ സംസാരമായിരുന്നു, ഞാനും കേട്ടിട്ടുണ്ട്. ജിതിൻ വീണ്ടും ഭദ്രയെ നോക്കി. സത്യം പറഞ്ഞ നിങ്ങളുടെ പ്രശ്നം എന്താണ്? മനസ്സിൽ എന്താണെന്ന് വെച്ചാൽ തുറന്നു പറഞ്ഞ എനിക്ക് നിങ്ങളെ സഹായിക്കാൻ പറ്റുമെങ്കിൽ ഞാൻ സഹായിക്കാം. ജിതിൻ പറഞ്ഞതും സംഗീതയും ഭദ്രയും പരസ്പരം നോക്കി. അവസാനം സംഗീത തന്നെയാണ് പറഞ്ഞത്. ഇവിടെ വന്നപ്പോ കേട്ടതാണ്, മരിച്ചുപോയ സാവിത്രിയും ഇവളും ഒരേ മുഖമാണെന്ന്. സംഗീത പറഞ്ഞതും ജിതിന്റെ കണ്ണുകൾ അതിശയത്തോടെ വലുതായി. അവൻ വീണ്ടും ഭദ്രയെ സൂക്ഷിച്ചു നോക്കി. അതെങ്ങനെ? നിങ്ങൾ ബന്ധുക്കാരാണോ? അല്ല, ഭദ്ര പറഞ്ഞു. പിന്നെ എങ്ങനെ? ജിതിൻ ആശയക്കുഴപ്പത്തോടെ ചോദിച്ചു. അതാണ് ഞങ്ങൾക്കും അറിയേണ്ടത്, സംഗീത പറഞ്ഞു. ആദ്യം ശരിക്കും മുഖസാമ്യമുണ്ടോ എന്നറിയണം, അതിനാണ് ഈ പത്രം അന്വേഷിക്കുന്നത്. ജിതിൻ കുറച്ചു നിമിഷം മിണ്ടാതെ നിന്നു. പിന്നെ പതുക്കെ പറഞ്ഞു. എന്തായാലും പഴയ പത്രങ്ങൾ ഇവിടെ ഒരുപാടുണ്ട്. സ്കൂൾ കുട്ടികൾ പ്രൊജക്ടിനും എക്സാമിനും വേണ്ടി വന്ന് നോക്കാറുണ്ട്. വാ, നമുക്ക് കിട്ടുമോ എന്ന് നോക്കാം. അവൻ മുന്നോട്ട് നടന്നു. ഇപ്പോൾ നിങ്ങളിത് പറഞ്ഞപ്പോ എനിക്കും ഒരു ആകാംക്ഷ തോന്നുന്നു, ജിതിൻ മുന്നിൽ നടന്നുകൊണ്ട് പറഞ്ഞു. പിന്നിൽ നടക്കുമ്പോൾ സംഗീത പതുക്കെ ഭദ്രയോട് ജിതിനെ ചൂണ്ടി. ഇത് വള്ളിയാകോ? ഭദ്ര അവളെ നോക്കി. നീ എന്തിനാ അങ്ങനെയൊക്കെ പറഞ്ഞത്? അല്ലെങ്കിൽ അയാൾ ഒന്നും സഹായിക്കില്ലായിരുന്നു, സംഗീത പറഞ്ഞു. എന്തായാലും നീ വാ, ഇനി വരുന്നിടത്ത് വെച്ച് കാണാം, സംഗീത പറഞ്ഞുകൊണ്ട് ഭദ്രയുടെ കൈ പിടിച്ച് നടന്നു. ഭദ്ര പിന്നെ ഒന്നും പറഞ്ഞില്ല. അവളുടെ ഹൃദയം ശക്തമായി ഇടിക്കുകയായിരുന്നു. അവർ 3 പേരും കൂടി വായനശാലയുടെ ഉള്ളിലേക്ക് കയറി. പഴയ പുസ്തകങ്ങളുടെ മണം നിറഞ്ഞ നിശബ്ദമായ ആ മുറിക്കുള്ളിൽ അവൾ കണ്ണോടിച്ചു. വായനശാലയുടെ അകത്തേക്ക് കയറിയ നിമിഷം തന്നെ ഭദ്രയുടെ കണ്ണുകൾ അത്ഭുതത്തോടെ ചുറ്റും പാഞ്ഞു. നിരനിരയായി ബുക്കുകൾ, പഴയ മരത്തട്ടുകളിൽ ഒതുക്കി വെച്ച നോവലുകൾ, ചിലത് പൊടി പിടിച്ച് പഴക്കത്തിന്റെ മണം പരത്തിക്കൊണ്ടിരുന്നു. ആ മുറിക്ക് തന്നെ ഒരു പ്രത്യേക നിശബ്ദതയുണ്ടായിരുന്നു. പഴയ പേപ്പറുകളുടെ മണം, മന്ദമായി തിരിയുന്ന ഫാന്റെ ശബ്ദം, അവിടെ ഇവിടെ ബുക്കുകളിൽ തലകുണിച്ചിരിക്കുന്ന ആളുകള്. ഒരു നിമിഷം ഭദ്ര അതെല്ലാം നോക്കി നിന്നു. അപ്പോഴാണ് ജിതിൻ അകത്തേക്കുള്ള ഒരു സൈഡിലേക്ക് നടക്കുന്നത് അവൾ കണ്ടത്. ഇങ്ങോട്ട് വാടോ, ഇവിടെയാണ് പഴയ പത്രങ്ങൾ ഒക്കെ വെച്ചിരിക്കുന്നത്. ജിതിൻ വിളിച്ചതും സംഗീതയും ഭദ്രയും അങ്ങോട്ട് നടന്നു. അവർ അടുത്തേക്ക് ചെന്നപ്പോൾ വലിയ വലിയ കെട്ടുകളായി വർഷം തിരിച്ച് അടക്കി വെച്ച പത്രങ്ങൾ കണ്ടു. ഇതൊക്കെ വർഷം അനുസരിച്ചാണ് വെച്ചിരിക്കുന്നത്, ജിതിൻ പറഞ്ഞു. അവൻ ഓരോ കെട്ടുകളുടെ മുകളിൽ എഴുതി വെച്ചിരിക്കുന്ന വർഷങ്ങൾ നോക്കി. നിങ്ങൾ പറഞ്ഞത് 7 വർഷം മുമ്പത്തെ അല്ലേ? അതെ.
ഭദ്ര പതുക്കെ പറഞ്ഞു. നമുക്ക് നോക്കാം, ജിതിൻ പറഞ്ഞു. ഈ കഴിഞ്ഞ ദിവസം കുറച്ച് പിള്ളേര് പ്രൊജക്ടിനു വേണ്ടി പഴയ പത്രങ്ങൾ എടുത്തു നോക്കുന്നത് കണ്ടിരുന്നു. ചിലത് മാറിയിട്ടുണ്ടോ എന്നറിയില്ല. അവൻ ഒരു വലിയ കെട്ട് പുറത്തേക്ക് വലിച്ചിട്ടു. നിങ്ങളും കൂടി നോക്ക്. അതോടൊപ്പം 3 പേരും പത്രം തിരയാൻ തുടങ്ങി. ദേ, ഇത് നിങ്ങൾ പറഞ്ഞ ആ വർഷത്തേതാണെന്ന് തോന്നുന്നു. ജിതിൻ ഒരു കെട്ട് കാണിച്ചു. അവർ 3 പേരും കൂടി ആ ഭാഗത്തേക്ക് നീങ്ങി. പത്രങ്ങൾ ഒന്നായി തുറന്നു നോക്കാൻ തുടങ്ങി. സമയം കടന്നുപോയി. പക്ഷേ അവർ അന്വേഷിച്ച വാർത്ത മാത്രം കണ്ടില്ല. ഭദ്രയുടെ മുഖം പതിയെ മങ്ങിത്തുടങ്ങി. അവൾ നിരാശയോടെ സംഗീതയെ നോക്കി. കിട്ടുന്നില്ലല്ലോടി. നീ ഇങ്ങനെ ടെൻഷൻ അടിക്കണ്ട, സംഗീത അവളെ ആശ്വസിപ്പിച്ചു. ഒരാളിന്റെ ഫോട്ടോ കിട്ടാനാണോ പാട്? എവിടെയെങ്കിലും ഉണ്ടാകും. ആടോ, ജിതിനും പറഞ്ഞു. ഇപ്പൊ നിങ്ങൾ പറഞ്ഞപ്പോ എനിക്ക് ഒരു ആകാംക്ഷയായി. ശരിക്കും ഈ കുട്ടിയുടെ മുഖം തന്നെയാണോ ആ സാവിത്രിക്ക് എന്ന് എനിക്കും അറിയണം. അവൻ ഭദ്രയെ ഒന്ന് നോക്കി. ഞാൻ ആ ഭാഗത്തേക്ക് പലപ്പോഴും പോകാറുണ്ട്. പക്ഷേ ആ പെൺകുട്ടിയെ കണ്ടതായിട്ട് ഞാൻ ഓർക്കുന്ന പോലുമില്ല. ഭദ്രയുടെ മനസ്സിൽ ടെൻഷൻ കൂടുകയായിരുന്നു. ഇന്ന് എല്ലാം അറിയാൻ പറ്റുമെന്നായിരുന്നു അവളുടെ പ്രതീക്ഷ. അതെല്ലാം പതിയെ അകന്നു പോകുന്നത് പോലെ തോന്നി. അത് മനസ്സിലായതുപോലെ ജിതിൻ വീണ്ടും പറഞ്ഞു. ഇങ്ങനെ മുഖമാടിക്കണ്ട. ആ സാവിത്രിയുടെ ഒരു ഫോട്ടോ എങ്കിലും ഞാൻ നിങ്ങളുടെ മുന്നിൽ എത്തിച്ചിരിക്കും. ഭദ്ര അവനെ നോക്കി. സത്യമായിട്ടും? പിന്നല്ല, ജിതിൻ ചെറു ചിരിയോടെ പറഞ്ഞു. ഈ നാട്ടില് എത്ര കല്യാണങ്ങളൊക്കെ നടന്നിട്ടുണ്ടാവും. അവിടെയെങ്കിലും ആ പെൺകുട്ടി വന്നിട്ടുണ്ടാവും. പഴയ ആൽബങ്ങൾ, ഫോട്ടോകൾ എന്തെങ്കിലും കിട്ടും. പിന്നെ പെട്ടെന്ന് എന്തോ ഓർത്തതുപോലെ അവൻ പറഞ്ഞു. പിന്നെ ഒരു കാര്യം കൂടിയുണ്ട്. എന്താ? സംഗീത ചോദിച്ചു. എന്റെ അമ്മ ഇവിടെ പല വീടുകളിലും പാല് കൊടുക്കുന്ന ആളല്ലേ. നാട്ടിലെ പലരെയും അമ്മയ്ക്ക് അറിയാം. അപ്പോൾ ആന്റിക്ക് അറിയാമായിരിക്കുമല്ലോ? സംഗീത ചോദിച്ചു. ജിതിൻ ഒന്ന് ആലോചിച്ചു. അതാ എനിക്കും തോന്നുന്നത്. അമ്മ ഈ കുട്ടിയെ കണ്ടിട്ടും ഒന്നും പറഞ്ഞില്ലല്ലോ. അപ്പോൾ ആന്റിക്ക് സാവിത്രിയെ അറിയില്ലായിരിക്കും, സംഗീത പറഞ്ഞു. എന്തായാലും നിങ്ങൾ എനിക്ക് 2 ദിവസം സമയം തരൂ. ഞാനൊന്ന് അന്വേഷിക്കാം. ജിതിൻ പത്രക്കെട്ടുകൾ വീണ്ടും അടക്കിക്കൊണ്ട് പറഞ്ഞു. ഭദ്രയുടെ മുഖത്ത് വീണ്ടും ചെറിയൊരു പ്രതീക്ഷ തെളിഞ്ഞു. അങ്ങനെ 3 പേരും കൂടി വായനശാലയിൽ നിന്ന് പുറത്തേക്കിറങ്ങി. പുറത്ത് സന്ധ്യയുടെ തണുത്ത കാറ്റ് വീശുന്നുണ്ടായിരുന്നു. അപ്പോഴാണ് ജിതിൻ പെട്ടെന്ന് പറഞ്ഞത്. അല്ല, നിങ്ങളുടെ നമ്പർ ഒന്ന് തരാമോ? എന്തെങ്കിലും വിവരം കിട്ടിയാൽ വിളിക്കാം. ഭദ്ര സംഗീതയെ നോക്കി. സംഗീത കണ്ണുകൊണ്ട് തന്നെ കൊടുക്കൂ എന്ന് കാണിച്ചു. ഭദ്ര നമ്പർ പറഞ്ഞു കൊടുത്തു. ജിതിൻ അത് ഫോണിൽ സേവ് ചെയ്ത ശേഷം ഭദ്രയുടെ നമ്പറിലേക്ക് ഒന്ന് റിങ് ചെയ്തു. ഇതാ എന്റെ നമ്പർ. അവൻ പുഞ്ചിരിച്ചു. എന്തെങ്കിലും വിവരം കിട്ടിയാൽ ഉടനെ വിളിക്കാം. എന്റെ സഹായം വേണ്ടി വന്നാല് ഞാനുണ്ടാകും. ശരി, ഭദ്രയും സംഗീതവും പറഞ്ഞു. എന്നാ ഞാൻ ഇവളെ വീട്ടിലേക്ക് ആക്കിയിട്ട് പോട്ടെ, സംഗീത പറഞ്ഞു. ശരിയടോ, ജിതിൻ ചിരിച്ചു. ഇടയ്ക്കൊക്കെ കാണാം. എനിക്ക് നല്ല കൂട്ടുകാരെ കിട്ടിയല്ലോ. അത് കേട്ട് 2 പേരും ചെറുതായി ചിരിച്ചു. സംഗീതയുടെ 2 വീലറിൽ ഭദ്ര തിരിച്ച് വീട്ടിലേക്ക് എത്തി. വീട്ടുമുറ്റത്ത് ഇറങ്ങിയപ്പോൾ ആദ്യം അവളുടെ കണ്ണുകൾ തിരഞ്ഞത് കാശിയുടെ വണ്ടിയായിരുന്നു. പക്ഷേ അവിടെ കാശിയുടെ കാറ് ഇല്ലായിരുന്നു. ആളില്ലെന്ന് തോന്നുന്നു. സംഗീത അവളുടെ നോട്ടം മനസ്സിലാക്കി പറഞ്ഞു. ഭദ്ര ഒന്നും പറഞ്ഞില്ല. എന്നാ ഞാൻ പോട്ടെ, സംഗീത പറഞ്ഞു. ഇന്നിത്തിരി വൈകി. വീട്ടിലെ മുത്തശ്ശി ഇപ്പോ കോമരം തുള്ളുന്നത് പോലെ നിൽക്കുന്നുണ്ടാവും. അതും പറഞ്ഞ് അവൾ ചിരിച്ചു. അപ്പോഴാണ് അകത്തു നിന്ന് ടീച്ചറമ്മയുടെ ശബ്ദം വന്നത്. മോളെ, കയറുന്നില്ലേ? ഇല്ല ടീച്ചറമ്മേ, സംഗീത പുഞ്ചിരിച്ചു. വീട്ടിൽ പോയി ഹാജർ വയ്ക്കണം. പറഞ്ഞ സമയം കഴിഞ്ഞു. ആഹാ, ടീച്ചറമ്മയും ചിരിച്ചു. സംഗീത യാത്ര പറഞ്ഞ് പോയി. ഭദ്ര പതുക്കെ ടീച്ചറമ്മയുടെ അടുത്തേക്ക് നടന്നു. അവൾ വീണ്ടും മുറ്റത്തേക്ക് ഒന്ന് നോക്കി. അപ്പോഴാണ് രൂപേഷിന്റെ വണ്ടി കിടക്കുന്നത് കണ്ടത്. അമ്മേ, രൂപേഷേട്ടൻ ഉച്ചയ്ക്ക് കാശിയും കൂട്ടി പോയതാണ്. ഇനി എപ്പോഴാണവ വരുന്നത്? ടീച്ചറമ്മ പറഞ്ഞുകൊണ്ട് ചിരിച്ചു. പക്ഷേ ഇപ്പൊ എനിക്ക് സമാധാനമുണ്ട്. രൂപേഷ് ഉണ്ടല്ലോ, അവൻ നോക്കിക്കൊള്ളും. അവരുടെ ശബ്ദത്തില് ഒരമ്മയുടെ ആശ്വാസം ഉണ്ടായിരുന്നു. പിന്നെ എന്തോ ഓർത്തതുപോലെ ടീച്ചറമ്മ വീണ്ടും പറഞ്ഞു. മോളെ, ആ റൂം ഞാൻ ഒന്ന് റെഡിയാക്കിയിട്ടുണ്ട്. ഏത് റൂം? മുകളിൽ ഒഴിഞ്ഞു കിടക്കുന്ന റൂം. മിക്കവാറും കുറച്ചു ദിവസം കാശി അവൻ ഇവിടെ തന്നെ നിൽക്കും. രൂപേഷ് നിർബന്ധിച്ച് അവന്റെ കുറച്ച് ഡ്രസ്സുകൾ കൊണ്ടുവന്നിട്ടുണ്ട്. മുറിയിൽ വെച്ചിട്ടുണ്ട്. ടീച്ചറമ്മയുടെ മുഖം പെട്ടെന്ന് വിഷമത്തോടെ മങ്ങി. അവനെ ഒറ്റയ്ക്ക് വിട്ടാൽ ശരിയാവില്ല മോളെ. രൂപേഷ് പറയുന്നുണ്ടായിരുന്നു അവന്റെ മുറിയിൽ ഒരു ഷെൽഫ് മുഴുവൻ മദ്യക്കുപ്പികളാണെന്ന്. ഭദ്രൻ ഞെട്ടി. അതുകൊണ്ട് കുറച്ചു ദിവസമെങ്കിലും അതിൽ നിന്നും അവനെ അകറ്റി നിർത്തുന്നതാണ് നല്ലത്. ടീച്ചറമ്മ ദീർഘനിശ്വാസത്തോടെ പറഞ്ഞു. പതിയെ പതിയെ അവനെ മാറ്റിയെടുക്കണം. ആ അമ്മയുടെ ശബ്ദത്തിലെ വേദന ഭദ്രയ്ക്ക് വ്യക്തമായി മനസ്സിലായി. മോളെ വാ, ചായ കുടിക്കണ്ടേ? നിങ്ങൾ എന്താ ഇത്ര വൈകിയേ? ടീച്ചറമ്മ ചോദിച്ചു. വായനശാലയിൽ ഒന്ന് പോയിരുന്നു, ഭദ്ര പറഞ്ഞു. അതെയോ? എന്നിട്ട് ബുക്ക് എടുത്തില്ലേ? ടീച്ചറമ്മ അവളെ കയ്യിലേക്ക് നോക്കി.
ഭദ്ര ചെറുതായി ചിരിച്ചു. ഞാൻ അന്വേഷിച്ച ബുക്ക് കിട്ടിയില്ല. അപ്പൊ നീ ജിതിനെ കണ്ടില്ലേ? ടീച്ചറമ്മ ചോദിച്ചു. ആ, കണ്ടു. അവനോട് പറഞ്ഞിരുന്നില്ലേ? അവൻ കൊണ്ടുവന്ന് തരാമായിരുന്നല്ലോ. ഭദ്ര തല കുലുക്കി. നല്ല പയ്യനാണ്, ടീച്ചറമ്മ സ്നേഹത്തോടെ പറഞ്ഞു. പിന്നെ അവളുടെ തോളിൽ പതിയെ കൈവച്ചു. മോള് പോയി ഫ്രഷ് ആയിട്ട് വാ. ഭദ്ര ചെറുതായി ചിരിച്ചു. പിന്നെ പതുക്കെ പടികൾ കയറി തന്റെ മുറിയിലേക്ക് നടന്നു. പക്ഷേ അവളുടെ മനസ്സിൽ അപ്പോഴും കറങ്ങിക്കൊണ്ടിരുന്നത് ഒരേ ഒരു പേരായിരുന്നു, സാവിത്രി. എങ്ങനെ തന്റെ മുഖവുമായിട്ട് സാമ്യം? അവൾ ഓർത്തു. ഹായ്, എല്ലാവരും സുഖമായിട്ടിരിക്കുന്നോ? ഞാൻ സുഖമായിട്ടിരിക്കുന്നു. അപ്പോൾ സ്റ്റോറി ഇട്ടിട്ടുണ്ട്. ഇഷ്ടപ്പെട്ടാൽ എല്ലാവരും നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണം. ലൈക്ക് ചെയ്യാനും ഹൈപ്പ് ചെയ്യാനും പിന്നെ നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റ് ചെയ്യാനും മറക്കരുത് കേട്ടോ. ലവ് യു ഓൾ. ഇറ്റ്സ് മീ കാർത്തിക.